ഈ സേഡി സിംഗിന്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഫസ്റ്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് സേഡി ചേച്ചി ഏത് റോളാണ് ചെയ്യാൻ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. സേഡി സിംഗ് ഏത് റോളാണ് ചെയ്യണതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അവരെ ഫുൾ സൂട്ട് കവർ ചെയ്തിരിക്കുകയാണ്. എന്നാലും ചെറിയ ചെറിയ ക്ലൂ വെച്ച് സേഡി സിംഗ് ഈ റോളാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തിയറിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സേഡി സിംഗ് ഈ ലുക്കിൽ ക്യാമഫോളേജ് പാൻറ് ഇട്ടിട്ടുണ്ട്, പിന്നെ ആർമിക്കാർ ഇടുമ്പോൾ ഷൂസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കണം. ഇതൊക്കെ വെച്ച് കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ സേഡി സിംഗ് ഒരു ആർംഡ് ഷോൾജർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതായത് MJ ആയിരിക്കേണ്ട ചാൻസ് ഒക്കെ കുറവാണ്. പിന്നെ ഈ റെഡ് കളർ മുടിയുള്ളതുകൊണ്ടും ക്വീൻ ടേറ്റ്സി ആയിരിക്കാനും ചാൻസ് കുറവാണ്. ഫൈനലി ഷോൾജർ പ്ലസ് റെഡ് മുടി ഇങ്ങനെ രണ്ടും കലർന്ന ഒരു ക്യാരക്ടർ കോമിക്കിലുണ്ടെന്ന് എടുത്ത് നോക്കിയാൽ ഈ ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. ഈ ക്യാരക്ടറുടെ പേര് വന്നിട്ട് റീച്ചൽ കോൾ. ഇവളെ ജസ്റ്റ് ഇരിക്കേണ്ട സ്കൾ സിമ്പിൾ വെച്ച് ഇവൾ ആരും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫീമെയിൽ പനിഷർ. ഈ ക്യാരക്ടർ ആരെന്നേട്ട ഈ പനിഷറിനെ പോലെ തന്റെ ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ട് പനിഷറിനെ ഇൻസ്പയർ ആയി പനിഷറിനെ പോലെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ കഥ നമ്മളിപ്പോൾ റീസെന്റ് റിലീസ് ആയ ഡെയർഡെവിൽ ബോണയിൽ കണ്ടിരിക്കും. ചില പോലീസ് ഓഫീസറൊക്കെ കറപ്റ്റായി ഈ പനിഷറിനെ പോലെ ചുറ്റിക്കൊണ്ടിരിക്കും. ഈ ഡെയർഡെവിലിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ കഥ തന്നെ ഇവിടെയും പറയാം. മേ ബി സേഡി സിംഗ് ഫീമെയിൽ പനിഷറെ വരാമെന്ന് ചില തിയറിയൊക്കെ വരുന്നുണ്ട്. 100% കൺഫേം അല്ല എന്ന ഒരു വലിയ റൂമർ ആയതുകൊണ്ട് പിന്നെ ഈ ലുക്കും കാണുമ്പോഴും എനിക്കും തോന്നുന്നു ചിലപ്പോൾ ഫീമെയിൽ പനിഷറായിട്ട് തന്നെ സേഡി സിംഗ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ തിയറിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.